നമസ്കാരം. ജപ്പാനിൽ വീണ്ടും ഭൂകമ്പ സാധ്യതയുണ്ടെന്ന് ജപ്പാൻ സീസ്മോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നറിയിപ്പ്. എക്സിലൂടെ അവർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. പ്രത്യേകമായി പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കൻ തീരപ്രദേശമായ മിയാസാക്കിയിലാണ് ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസം ജപ്പാനെ പിടിച്ചു കുലുക്കിയത്. പ്രാദേശിക സമയം വൈകുന്നേരം 4:42 ഭൂകമ്പം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി പ്രാഥമിക ഘട്ടത്തിൽ 6.9 തീവ്രത ആയിരുന്നു രേഖപ്പെടുത്തിയത്. ജപ്പാനിലെ തെക്കൻ ദ്വീപായ ക്യുഷുവിൻ്റെ കിഴക്കൻ തീരത്ത് ഏകദേശം 30 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഇതേ തുടർന്ന് ക്യുഷു ദ്വീപിലും അടുത്തുള്ള മറ്റൊരു ദ്വീപായ ഷിക്കോക്കുവിലും 1 മീറ്റർ വരെ ഉയരത്തിൽ ഉള്ള തിരമാലകൾ ഉണ്ടായേക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മിയാസാക്കി, കൊച്ചി, ഒയ്റ്റ, കഗോഷിമ എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രദേശത്ത് താമസിക്കുന്നവരോട് തീരമേഖലയിൽ നിന്ന് മാറാനും നിർദ്ദേശമുണ്ട്. 12.5 കോടി ജനസംഖ്യയുള്ള ജപ്പാനിൽ പ്രതിവർഷം 1500 ഭൂകമ്പങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും തീവ്രത കുറഞ്ഞതാണ്. ഭൂകമ്പം സംഭവിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചായിരിക്കും ആഘാതത്തിൻ്റെ തോത് ഉണ്ടാവുക. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ജപ്പാനിൽ കൂടുതൽ മരണങ്ങൾക്കിടയാക്കിയ വലിയ ഭൂകമ്പം ഉണ്ടായത്. 260 പേരാണ് അന്ന് മരിച്ചത്. നിരവധി കെട്ടിടങ്ങളും തകർന്നിരുന്നു. 2011 മാർച്ചിലായിരുന്നു ജപ്പാൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായത്. 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 18,500ഓളം പേരാണ് മരിച്ചത്. ജപ്പാനിൽ എത്ര ഭൂകമ്പം ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനഃശക്തിയാണ് ജപ്പാൻ ജനതയ്ക്ക് ഉള്ളത്. ജനിച്ചു വീഴുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഭൂകമ്പ പ്രദേശത്താണ് ജീവിക്കുന്നത് എന്നുള്ള തോന്നൽ കുട്ടികളിൽ വരെ ഉണ്ടാക്കും. അതനുസരിച്ച് മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യും. എത്ര വലിയ ഭൂകമ്പമുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ശാസ്ത്രത്തിൻ്റെയും പുതിയ പാതയിലൂടെ നീങ്ങാൻ ജപ്പാന് സഹായകമാകുന്നത് ഈ ഒരു പരിശീലനമാണ്. പരിശീലനവും ബോധവൽക്കരണവും നടത്തി ആളുകളെ ഭൂകമ്പത്തിൻ്റെ ആഘാതങ്ങളിൽ നിന്ന് മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും വ്യക്തിപരമായും ഒക്കെ മറികടക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ജപ്പാൻ്റെ ഭരണവും ജപ്പാൻ്റെ ജീവിതം. ഇനിയും ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ശക്തമായി തന്നെ ജപ്പാൻ തിരിച്ചു വരും. ഇതിലും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും തിരിച്ചു വന്ന ചരിത്രമാണ് ജപ്പാന് ഉള്ളത്.